വന്നേ. എന്താ ഇവിടെ? ഒന്നുമില്ല സാർ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ടൂറിസ്റ്റുകളെ ക്യാൻവാസ് ചെയ്തതെന്ന്? ഞാൻ ആരെയും ക്യാൻവാസ് ചെയ്തില്ല സാർ. ഹലോ, ഇങ്ങ വാங்க. இந்த ஆள் உங்ககிட்ட என்ன கேட்டாரு? கைடு வேணுமான்னு கேட்டாரு. பொய் சொல்லாதே. நான் அதல்ல ஹஸ்தரேகா சாஸ்திரம் சார். ഹസ്തരേഖാ ശാസ്ത്രം ഞാൻ. നീങ്ങ പോക. പല പ്രാവശ്യമായി നിനക്ക് ഞാൻ വാണിംഗ് തരുന്നു. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ഗൈഡ് ചെയ്യാൻ ഓതറൈസ്ഡ് ഗൈഡുകൾ ഉണ്ടെന്ന്. அப்படி சொல்லி கொடுங்க சார். I am authorized guide. ഇവനെ പോലെ വ്യാജ ഡ്യൂപ്ലിക്കേറ്റ് ഗൈഡുകൾ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് എന്നെ പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഓതറൈസ്ഡ് ഗൈഡുകൾക്കൊന്നും ജോലിയില്ല സാർ. രണ്ട് കൊടുക്കണം സാർ. ആമാ സാർ, ഒന്ന് കിടച്ചാതാ இந்த പയലിക്ക് ബുദ്ധി വരും. താനിപ്പോ ഫുൾ ഫിറ്റിലാണല്ലോ. ലേശം കുറച്ച്. തന്റെ കൂടെ എങ്ങനെയാണോ ആള് വരുന്നത്? ലേക്ക് സൂയിസൈഡ് പോയിന്റ് ആണെന്നും സൂയിസൈഡ് പോയിന്റ് ലേക്ക് ആണെന്നല്ലേ താൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? എന്തിനാണോ ഇങ്ങനെ വെള്ളം അടിക്കുന്നത്? സാർ സോറി, പണിയില്ലാത്തത് കൊണ്ടാ. എന്തെങ്കിലും ഒരു പണി വേണമല്ലോ എന്ന് കരുതിയാ ഞാൻ എപ്പോഴും ഫിറ്റ് ആകുന്നത്. സ്വബോധത്തോടെ നടന്നാ എനിക്ക് ഫീലിങ്സ് വരും. താനിങ്ങനെ വെള്ളം അടിച്ച ടൂറിസ്റ്റുകൾക്ക് നോയിസൻസ് ഉണ്ടാക്കിയാണ്ടല്ലോ, ലൈസൻസ് ഞാൻ കട്ട് ചെയ്യും. പറഞ്ഞേക്കാം. ഇവിടെ വാ. ഇനി ഗൈഡാണെന്ന് പറഞ്ഞ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ക്യാൻവാസ് ചെയ്താലുണ്ടല്ലോ, പിടിച്ചാൻ അകത്താക്കും. പറഞ്ഞു മനസ്സിലായോ? വയ്ക്കോ. അങ്ങേരുടെ കയ്യിൽ നിന്ന് ഒരിടി കൊണ്ട നീ രണ്ട് കഷണമായി പോവും. അത് മിന്നലാ, മിന്നൽ ദിനേശൻ. ഗൈഡ് താൻ സൂക്ഷിച്ചാ മതി. എന്നെ തൊടമാട്ടെ. ഞങ്ങൾക്ക് യൂണിയൻ ഉള്ളത് അറിയാമോ? ഞാൻ ഓതറൈസ്ഡ് ഗൈഡാ. ഐ ആം ആൻ ഓതറൈസ്ഡ് ഗൈഡ്. പുരിഞ്ചിക്കോ സാർ. 18 beautiful places are here. Suicide Point, Crockers Walk, Village Rock and Golf Club. Hi. 18 beautiful places are here. Crockers Walk, Suicide. Rayu. Rayu മോനെ. എല്ലാം ഞാൻ അറിഞ്ഞടാ. ആ പരട്ട SI മിന്നലിൽ നിന്നെ അറസ്റ്റ് ചെയ്തല്ലേ? ഒരു അൺഓതറൈസ്ഡ് ഗൈഡായ നിന്നെ അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പോ 200 മില്ലി അടിച്ച് ആദ്യം സന്തോഷിച്ചത് ഞാനാ, ഈ ഓതറൈസ്ഡ് ജോസഫ് ഏട്ടൻ. പക്ഷേ നിന്റെ ഈ ഫീലിങ്സ് കാണുമ്പോ എനിക്ക് വീണ്ടും അടിക്കാൻ തോന്നുന്നു. സോറി, എന്നേക്കാൾ കൂടുതൽ ഫീലിങ്സ് നിനക്കാ. അതുകൊണ്ട് നീ അടിയടാ മോനെ. വേണ്ട ജോസഫേട്ട. വേണ്ടെന്ന് പറഞ്ഞാ ഈ ജോസഫേട്ട സമ്മതിക്കത്തില്ല. നീ കുടിക്കണം. കുടിച്ച് നിന്റെ ഫീലിങ്സ് മാറ്റണം. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഏട്ടാ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ കുടിച്ചില്ലെങ്കിൽ ഞാൻ ഇത് മുഴുവനും കുടിക്കും. അത് പിന്നെ നിനക്ക് ഫീലിങ്സ് ആകും. അതുകൊണ്ട് രായുമോൻ കുടി. കുടി. മൂത്തോര് പറഞ്ഞാ കേക്ക്. കുടി. കുടി കുടി. കുറച്ചും കൂടെ. മുഴുവൻ മുഴുവൻ. ഇനി മോക്കടന്ന. ഇനി 3 മിനിറ്റിനകം നിന്റെ എല്ലാ ഫീലിങ്സും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകും. രായു മോനെ, നിന്റെ ഫീലിങ്സ് എല്ലാം മാറിയോ? ജോസഫേട്ടന് മാത്രമേ ഈ ലോകത്ത് എന്നോട് സ്നേഹമുള്ളൂ. നിനക്ക് ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലായല്ലോടാ മോനെ. ഇനിയും ഉണ്ടടാ മോനെ, ഇനിയും ഉണ്ട്. വാതറ. പോകൃത്തരം കാണിക്കരുത്. ജോസഫ് ജോസഫ്, നിനക്കറിയാം ഇന്നെന്റെ മനസ്സത്രയ്ക്ക് വേദിച്ചടാ. നിനക്കറിയാടാ SI, എന്നെ അറസ്റ്റ് ചെയ്തപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നീയാണല്ലടാ. നീ ആളൈസ്ഡ് ഗൈഡാണല്ലേടാ. നിനക്ക് എന്തറിയാടാ? നിനക്ക് ഇവിടുത്തെ സ്ഥലം അറിയാം? നിനക്ക് ഈ സ്ഥലം അറിയാം?
നിനക്ക് ടൂറിസ്റ്റുകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയോ? നീ 24 മണിക്കൂറും ഈ വെള്ളമല്ലാടാ. കർത്താവേ, അല്പം മദ്യം ബോധത്തെ തെളിയിക്കുമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, യവൻ ഫുൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയി പോയല്ലോ. നീ ആരാടാ? സെന്റ് ജോസഫോ? ഇല്ല, ഇല്ല. നിന്നെ ആ, നീ ആദർശ് ഗൈഡാണല്ലേ? ഇൻസ്പെക്ടർ മിന്നൽ ദിനേശ്, ഞാനാടാ ഇവിടുത്തെ കളക്ടറാ. എന്റെ ഒരു മിന്നൽ. നീ മിന്നലാണെങ്കിൽ ഞാൻ ഇടിവെട്ടാടാ. പാവപ്പെട്ടനെയൊക്കെ ജീവിക്കാൻ അനുവദിക്കാത്ത നിന്നെയൊക്കെ ഞാൻ കൊല്ലും. അയാൾ കില്ലും. അവന്റെയൊക്കെ ഒരു പോലീസും നിയമവും. 4 8 കൈക്കൂലി വാങ്ങുന്ന പീറ പോലീസ് നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എന്നെപ്പോലുള്ള ഏഴുകളെയൊക്കെ നിനക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കാശുള്ളവന്റെ രോമത്തിൽ തൊടാൻ പറ്റുമോ? പറ്റില്ല. പിറ്റേ ദിവസം നിന്റെ തൊപ്പി എറിക്കും. ആ മേനോ സാറിന്റെ അമ്മച്ചിയുടെ മുമ്പിൽ വെച്ചാ നീ എന്നെ ഇൻസൾട്ട് ചെയ്ത്. എന്റെ മാനേഴ്സും മര്യാദെല്ലാം പോച്ച്. നിന്റെ പോലീസ് ഉദ്യോഗം ഇന്നത്തോടെ ഞാൻ നിർത്തും. നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. നീ ആരാ അവിടുത്തെ കളക്ടറാ? നീ മിന്നലാണെ ഞാൻ ഇടിവിട്ടാളാ. ഗുഡ് മോർണിംഗ് സാർ. ഈ വരകൾ ഭാവി ജീവിതം. കൈ നോക്കിയിട്ട് എങ്ങനെയുണ്ട്? രക്ഷപ്പെടുവോ? വല്ല രക്ഷയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനകത്ത് കിടക്കുമായിരുന്നു. ആ, എണീക്ക്. ഇന്നലെ നന്നായിട്ട് അവിടെ നിന്ന് ഉറങ്ങിയോ? ഭയങ്കര കൊതുകായിരുന്നു. അയ്യോ, സാറിനെ കൊതുക് കടിച്ചല്ലേ? ആ കോൺസ്റ്റബിളിനോട് പറഞ്ഞിരുന്നെങ്കിൽ 2 ആമാർ കൊതുകി വാങ്ങിച്ചു തന്നേനല്ലോ. അതിപ്പോ ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ. പിന്നെ പോലീസ് സ്റ്റേഷനിലെന്ന് നിനക്ക് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ കിടക്കണമെന്നുണ്ടോ? കിടക്കുന്ന കുഴപ്പമൊന്നുമില്ല. എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാ മതി. മതി മതി. നീ ഇന്നലെ കുടിച്ച് ലെക്കില്ലാതെ എന്തൊക്കെയാണോ റോട്ടിൽ കിടന്ന് വിളിച്ചു കൂവിയത്? സാർ, ഒരു അബദ്ധം പറ്റി സാർ. ആ ജോസഫ് ഏട്ടൻ എന്റെ ഫീലിങ്സ് മാറാൻ വേണ്ടി ഒരു മരുന്ന് തന്നു. അത് കുടിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നോട് ക്ഷമിക്കണം. വെള്ളമടിച്ച് റോഡിൽ കിടന്ന് പോലീസിനെ തെറി പറഞ്ഞിട്ട് ക്ഷമിക്കണമെന്ന്? നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ കുടിച്ച് വെളിവില്ലാ പറഞ്ഞാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിച്ചതാ. അത് വളരെ നന്നായി സാർ. നിനക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ. ഈ ആളെ കിടക്കണ പണി നിർത്തി വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? സാർ, വേറെ വല്ല നല്ല ജോലിയും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് പോവായിരുന്നു. സാറ് എനിക്കൊരു ഉപകാരം ചെയ്യും. എവിടെയെങ്കിലും നല്ലൊരു ജോലി വാങ്ങിത്ത. അതേടാ, നിനക്കൊക്കെ ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. ഞാൻ ഈ ജോലി ഉണ്ടാക്കിയതിന്റെ വിഷമം എനിക്കറിയാം. പോ. ഓ, ഇനി റോട്ടിൽ കിടന്ന് ബഹളം വെച്ചാലുണ്ടല്ലോ. എന്താടാ? സാറ് ചൂടാവരുത്. എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എന്റെ കസ്റ്റമേഴ്സിന് മുമ്പിൽ വെച്ച് സാറിനെ ഇൻസൾട്ട് ചെയ്യരുത്. അതെന്റെ തൊഴിലിനെ ബാധിക്കും. ജനിച്ചു പോയില്ലേ സാറേ, ജീവിക്കണ്ടേ? പ്ലീസ് ചെല്ല. 18 beautiful places are here. Crocodiles what? ആഹാ, സാവന്മാരാണോ? വണക്കം സാർ. രാവിലെ ഫുൾ ടാങ്കിലാണല്ലോ. സാർ സ്വല്പം ഇയാൾ 24 മണിക്കൂർ പിറ്റ. ഓഹോ. കാണിച്ചത്? അയ്യോ, ഞാൻ വിചാരിച്ചു കാലി കുപ്പിയാണെന്ന്. ആരാ സാറേ? പുതിയൊരു സാറ്? എന്റെ ഫ്രണ്ടാ, വലിയ പാർട്ടിയാ. ആഹാ, മലയാളിയാണോ? അതേടോ. വണക്കം സാർ. താനാ പോയ പൂക്കാരി അറിയോ? പിന്നെ എങ്ങനെയാ പാർട്ടി? എന്താ വേണോ സാർ? വേണമല്ലോ. അതിന് പണം കുറെ ചെലവാക്കണം. അവിടെ തന്തയ്ക്ക് ചാരായം വാങ്ങിച്ചു കൊടുക്കണം, വലിക്കാൻ ചുരുട്ട് വാങ്ങിച്ചു കൊടുക്കണം, കുതിരയ്ക്ക് തീറ്റി. മതിയോ? തൽക്കാലം മതി സാറേ. ഞാൻ ഇങ്ങനൊരു പുണ്യ പ്രവൃത്തി ചെയ്യുന്നത് തന്നെ
സാറിനോടുള്ള റെസ്പെക്ട് കൊണ്ടാണ്. ഉം. ഞാനൊരു ബ്രോക്കർ അല്ല, ഗൈഡാണ്. ഐ ആം ആൻ ഓതറൈസ്ഡ് ഗൈഡ്. ഓക്കെ, എല്ലാവർക്കും വണക്കം സാർ, വണക്കം. ഒന്ന് ഒഴിക്കടാ. ഡോ, ഓ, താനീ കാശും വാങ്ങിച്ച് മുങ്ങിയാലുണ്ടല്ലോ ഇടിച്ചാൻ. അത് ഞാൻ ഏറ്റു. ജോസഫാ പറയുന്നത്. ആ, ജോസഫ് ഏറ്റതാ. ഞാൻ ആരെന്ന് വിചാരിച്ചടാ പുല്ലന്മാരെ? മാമയോ? പെണ്ണിനെ കിട്ടുമെന്ന് ചോദിച്ചു, കിട്ടുമെന്ന് പറഞ്ഞു. കുറച്ച് കാശും തന്നു. വേറെ ആരെയും കണ്ടില്ല. കുതിരക്കാരന്റെ മോളെ. ഇനി അവന്മാരെ കാണാതെ മുങ്ങി അടക്കണമല്ലോ. ഫീലിങ്സ്. ടൂറിസ്റ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. வாங்கம்மா வாங்க, என்ன வேணும்? ഉള്ളി. வெங்காயமா? അല്ല, കായല്ല, ഉള്ളി ഉള്ളി. அதாம்மா வெங்காயம். അതല്ല, ദേ ഇത് இந்த വയലറ്റ് കളർ കായല്ലേ? ഹൗ മച്ച്? அது மொச்சக்காய் இல்லம்மா, வெங்காயம். ഏയ്, രാജു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? എന്താ കാര്യം? എന്റെ ഭാഷ ഇവർക്ക് മനസ്സിലാകുന്നില്ല, ഇവരുടേത് എനിക്കും. കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു തരാമോ? എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ഉള്ളി ഉള്ളി 1 കിലോ. വെങ്കായം 1 കിലോ. ഇത് വേണോ? തേങ്ങ? തേങ്ങ വേണ്ട. വെണ്ടയ്ക്ക? ഇത് 1 കിലോ. ഉരുളങ്ക തന്നേക്കൂ, ഞാൻ പിടിച്ചോളാം. വേണ്ട. ഞാൻ പിടിച്ചോളാം. ഇന്നെന്താ പതിവില്ലാതെ നിമ്മി പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയത്? സെർവന്റ് ഇന്നലെ വീട്ടിൽ പോയതാ, ഇതുവരെ വന്നില്ല. പിന്നെ മാർക്കറ്റൊക്കെ ഒന്ന് കാണാന്നും വിചാരിച്ചു. അന്നെന്താ ഇൻസ്പെക്ടർ അങ്ങനെ കാണിച്ചത്? സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞ എന്തിനാ? മാപ്പ് പറയാനെ. എന്നിട്ട് പറഞ്ഞോ? പറഞ്ഞു. അങ്ങേര് വേറെ ആരോന്ന് വിചാരിച്ച് പെട്ടെന്ന് കയറി അടിച്ചു പോയതാ. മനുഷ്യരല്ലേ, ഒരു അബദ്ധം പറ്റാമല്ലോ. ഞാനും അങ്ങ് ക്ഷമിച്ചു. പറഞ്ഞത് ഡ്യൂപ്പാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാനിങ്ങ് വിശ്വസിച്ചു. ആ രാജു, നാളെ എനിക്കൊന്ന് ഹോഴ്സ് റൈഡിങ്ങിന് പോണം. റൈഡിങ് അറിയാം? പിന്നെ ഞാൻ ഭയങ്കര എക്സ്പെർട്ടാ. എന്താ പോകുന്നില്ലേ? പിന്നെ എന്നാ വേഗം ആട്ടെ. ഇതൊരു മെരുക്കില്ലാത്ത കുതിരയാണല്ലോ. റൈഡിങ്ങിന് എക്സ്പേർട്ട് ആണെന്നല്ലേ പറഞ്ഞേ, പിന്നെ ഏത് കുതിരയായാലും എന്താ? ഇത് എന്ത് ചെയ്തിട്ട് അനങ്ങുന്നില്ല. ആ, അതിന് ഞാൻ വഴി ഉണ്ടാക്കാം. അറിയില്ലെങ്കിൽ നീ എന്തിനാ റൈഡിങ്ങിന് പോയത്? ആർക്കെന്ത് സംഭവിച്ചാൽ എന്താ? ഗൈഡ്സിനൊക്കെ പൈസ കിട്ടിയാൽ മതി. രാജുവിന് എന്തിനാ കുറ്റം പറയുന്നത്? എന്റെ നിർബന്ധം. രാജു ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി എന്റെ ഡെഡ് ബോഡി കൊണ്ട് നാട്ടിലേക്ക് പോയേനെ. എന്താ മോളെ ഈ പറയുന്നത്? എന്താ ഇപ്പൊ വിശേഷമൊന്നുമില്ലല്ലോ. ആർക്കാ? അല്ല, നിമ്മി. ആ, വിശേഷമൊന്നുമില്ല. നീ എന്തിനാ അവളെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ട് പോയത്? ഞാൻ വിളിച്ചില്ല.
റൈഡിങ്ങിന് പോണെന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ. അവള് പറയുന്ന കേൾക്കാൻ നടക്കാൻ നീ എന്റെ തൊഴിലതാ. മതി വാചകം പൊയ്ക്കോ. രാജു. ഗുഡ് മോർണിംഗ് മേനോൻ സർ. രാജു നിന്നയുടെ വിവരം അറിയാനായിരിക്കും വന്നത്. വരൂ. ഞാൻ കാരണം നിമിക്ക്? ഏയ് അതൊന്നുമല്ല. ഞാൻ റൈഡിങ്ങിന് എക്സ്പേർട്ട് ആണെന്ന് കള്ളം പറഞ്ഞില്ലേ, അതിന് കിട്ടി ശിക്ഷയാ. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്തു. ഭാഗ്യത്തിനാ ഒന്നും പറ്റാതിരുന്നത്. ഇതാരുടെ ഫോട്ടോയാ? എന്റെ ഡാഡിയും മമ്മിയോ. മമ്മി എന്റെ ചെറുപ്പത്തിലേ മരിച്ചു. ഡാഡി 3 വർഷം മുമ്പ് ഒരു കാർ ആക്സിഡന്റിൽ. വരട്ടെ. ആരാണത്? ബംഗ്ലാവിൽ താമസിക്കുന്ന. മൈന പറഞ്ഞു. ഒരു ഫോട്ടോ എടുത്തോട്ടെ. കോപ്പി 1 മണിക്കൂറിനകം തരാം. 10 രൂപയേ ഉള്ളൂ. ശരി, എടുത്തോളൂ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. രാജു, രാജു നിന്നോളൂ. വേണ്ട, നിന്നോളൂന്നേ, കാണാലോ. ഒന്ന് ചുമ്മാ നിക്കണ. കുറച്ചുകൂടെ അടുത്ത് നിക്കണ. എടുക്കല്ലേ? ഈ സഞ്ചി വേണ്ട. ആ. റെഡി. യെസ്, റെഡി. താങ്ക് യു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണോ നിന്റെ ഭാവം? ആ ഗൈഡ് നീയുമായിട്ട് എന്താ ബന്ധം? അവന്റെ മുമ്പിൽ വെച്ച് വിനോദിനെ ഇൻസൾട്ട് ചെയ്യ. വിനോദ് നിന്റെ ആരാണെന്ന വിചാരം? നാളെ നിന്നെ വിവാഹം കഴിക്കാനുള്ളവനാ. ഒരു ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാനുള്ളവരാ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ മുതൽ ആ ഗൈഡുമായിട്ടുള്ള നിന്റെ ഈ സൈറ്റ് സീയിങ് ഒക്കെ നിർത്തിയേക്കണം. ഇനിയും നിന്റെ ഇഷ്ടത്തിന് നടക്കാനാണ് ഭാവമെങ്കിൽ നിമ്മി. എന്നെ ഞാൻ തന്നെ കുറ്റം പറഞ്ഞാ മതിയല്ലോ. അച്ഛനും അമ്മയില്ലാത്ത കുട്ടിയാന്ന് വിചാരിച്ച് നിന്റെ താളത്തിനൊക്കെ തുള്ളി നിന്നെ വഷളാക്കിയത് ഞാനാണ്. പൊയ്ക്കോളൂ. മോൾ ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് വിചാരം. മോടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ആന്റി മോളെ വഴക്ക് പറഞ്ഞത്? ഞാൻ രാജുവിന്റെ കൂടെ സൈറ്റ് സീയിങ്ങിന് പോയതിനാണ് ആന്റി വിനോട്ടിന് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഐ ലൈക്ക് ഹിസ് ഇന്നസെൻസ്, അത്രേ ഉള്ളൂ. അതിന് വിനോട്ടൻ. അതിന് മോൾ എന്തിനാ വിഷമിക്കുന്നത്? അങ്കിളിന് മോളെ മനസ്സിലാവും. അതുപോലല്ലല്ലോ എല്ലാരും. ഈ ആണുങ്ങൾക്കൊരു ചീത്ത സ്വഭാവമുണ്ട്, ഞാൻ ഉൾപ്പെടെ. അവരിഷ്ടപ്പെടുന്ന പെണ്ണിനെ വേറെ ആരെങ്കിലും നോക്കിയാ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ആ ചീത്ത സ്വഭാവം വിനോദിനുണ്ടെന്ന് മോള് കരുതിയാ മതി. ബി സ്പോർട്ടി മൈ ചൈൽഡ്. വാ, വല്ലതും കഴിക്കാം. എനിക്കൊന്നും വേണ്ട. നീ വന്നിട്ട് ഭക്ഷണം കഴിക്കൂന്നും പറഞ്ഞ് ഒരാളവിടെ കാത്തിരിപ്പുണ്ട്. എന്റെ ഭാര്യ, അതായത് നിന്റെ ആന്റി. വാ.